നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മലയാളം വ്യാകരണത്തിലെ സംസ്കൃത സന്ധികളെ കുറിച്ച്, സംസ്കൃത സന്ധിയിൽ സ്വരസന്ധികളിൽ പെടുന്ന സവർണ ദീർഘസന്ധിയെ കുറിച്ച് ഇന്നലെ നമ്മൾ പറഞ്ഞു. ഇത് അതേ സംസ്കൃത സന്ധിയിൽ തന്നെ വരുന്ന ഗുണസന്ധി എന്ന് പറയുന്ന ഒരു ഗണത്തിൽപ്പെടുന്ന ചോദ്യമാണ്. പരോപകാരം തിരിച്ചെഴുതുക എന്നുള്ളതാണ്. എങ്ങനെ രണ്ട് ഡിവിഷനാണ് വരിക, അതായത് ഓരോ ഡിവിഷനിലും ഏത് സ്വരത്തിലാണോ അവസാനിക്കുന്നത്, അടുത്ത വാക്ക് തുടങ്ങുന്നത് ഏത് സ്വരത്തിലാണോ അതിനനുസരിച്ചായിരിക്കും ഇതിന്റെ ഉത്തരം നമ്മൾ പറയുന്നത്. അപ്പൊ ഇതാണ് സംസ്കൃത സന്ധിയിലെ ഗുണസന്ധിയിൽ പറയുന്ന കാര്യം. ആ എന്നീ വർണ്ണങ്ങൾ ഇ ഉ ഋ എന്നിവയുമായി കൂടിച്ചേരുന്ന സമയത്ത് എ ഒ അർ എന്നായി മാറുന്നു. അതായത് ആ പ്ലസ് ഇ എ ആയി മാറുന്നു, അല്ലെങ്കിൽ ആ പ്ലസ് ഇ എ ആയി മാറുന്നു, ആ പ്ലസ് ഉ ഒ ആയി മാറുന്നു, ആ പ്ലസ് ഋ അർ ആയി മാറുന്നു. അപ്പൊ നമ്മുടെ ഉത്തരമായി വരുന്നത് ഇവിടെ ഓപ്ഷൻ ബി ആണ്. കാരണം ഇതിലാണ് ആ എന്ന വർണ്ണവും പ്ലസ് ഉ എന്ന വർണ്ണവും കൂടിച്ചേരുന്നത്. ആ എന്ന സ്വരവർണ്ണവും ഉ എന്ന സ്വരവർണ്ണവും കൂടിച്ചേരുമ്പോൾ എന്തായി മാറുന്നു എന്നാ പറഞ്ഞത്? ഓ ആയി മാറുന്നു എന്നാണ് പറഞ്ഞത്. സോ അങ്ങനെയാണ് പരാ പ്ലസ് ഉപകാരം എന്തായി മാറുന്നത്? പരോപകാരമായിട്ട് മാറുന്നത്.